ഗ്രേപ്സ് ADMRലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ EMR നടപ്പിലാക്കുമ്പോൾ വർഷങ്ങളായി ഹോസ്പിറ്റലുകൾ ഭയപ്പെടുന്ന ഒരു മേഖലയുണ്ട്. OPEMR സ്മൂത്തായിട്ട് കയറ്റാം, IP-യിൽ എന്തോ കുഴപ്പം സംഭവിക്കുന്നു. അതിന് വൈരുദ്ധ്യം ഗ്രേപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. ഹോസ്പിറ്റൽ ബില്ലിംഗ് ആണെങ്കിൽ നമ്മൾ IP ഉൾപ്പെടെ കംപ്ലീറ്റ് സീറോ പേപ്പറിലാണ് കൊണ്ടുപോകുന്നത്. അതിന് ജിയോ ഓഫീസും കൂടെ വേണം കേട്ടോ, ഗ്രേപ്സിൻ്റെ ജിയോ ഓഫീസ്. ജിയോ ഓഫീസോ? അത് കംപ്ലീറ്റ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസ് ഫയലിംഗ് സിസ്റ്റമാണ്. നമ്മുടെ EMR ചെയ്യുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിലെ കംപ്ലീറ്റ് ഒഫീഷ്യൽ ഫയൽസും ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ജിയോ ഓഫീസ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ജിയോ ഓഫീസ് ഉപയോഗിക്കാൻ കമ്പ്യൂട്ടർ വേണമെന്നൊരു നിർബന്ധമില്ല. ഡിജിറ്റലൈസേഷൻ ആക്ച്വലി കമ്പ്യൂട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കും. ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് പലപ്പോഴും പ്രയാസമാണ്. ഈവൻ നമ്മൾ ഈ അടുത്ത സമയത്ത് ബഹിരാകാശ സഞ്ചാരികളെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ച സമയമാണ് കടന്നുപോയത്. കാരണം നമ്മുടെ ബഹിരാകാശ പേടകത്തിൽ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ സാധാരണക്കാർ വരെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോഴും അവിടുത്തെ ഒരു തിരുത്തൽ പറഞ്ഞാൽ അവിടെ ഗ്രാവിറ്റി ഇല്ല എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ അവരവിടെ ഫ്ലൈ ചെയ്ത് നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ. ആക്ച്വലി നമ്മുടെ ഭൂമിയിൽ ഉള്ള ഒരു ഗ്രാവിറ്റിയുടെ 90% ഈ ISS-ൽ ഉണ്ട്. കാരണം അത് വെറും 400 കിലോമീറ്റർ മാത്രം മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ ഗ്രാവിറ്റിയുടെ ഒരു 10% മാത്രമേ കുറവുള്ളൂ. 90% ഗ്രാവിറ്റിയും അവിടെ ഉണ്ട്. എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് അവിടെ ഗ്രാവിറ്റി ഇല്ലാതെ നമ്മൾ ആ കാണുന്ന വീഡിയോയിലൊക്കെ അവർ പറന്ന് നടക്കുന്ന, അവർ തല കിഴക്കാമ്പാട് നിൽക്കും എടുക്കുമൊക്കെ. ഇത് എക്സാക്ട്ലി ആ തിയറിയായിട്ട് ചേർന്ന് നിൽക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു എളുപ്പം മാർഗം പറയാം. നമ്മുടെ ലുലു മാളിൽ പോകുമ്പോൾ അവിടെ ഒരു ഗ്രാവിറ്റി റൈഡ് ഉണ്ട്. നിങ്ങളൊരു റൈഡിൽ കയറി അതിൻ്റെ ഭിത്തിയിലേക്ക് ചാരി നിന്ന് കഴിഞ്ഞ് ആ റൈഡ് റൺ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ചവിട്ടി നിന്ന പ്ലാറ്റ്ഫോം അവർ മാറ്റിക്കളയും. പിന്നീട് പേടിച്ച് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മൂവ് ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല. എന്നാൽ ഈ പേടിയുടെ ഭാഗമായിട്ട് തന്നെ ആൾക്കാർ അവിടെ മൂവ് ചെയ്യും, ചരിയും, തിരിയും. നിങ്ങൾ താഴെ വീണു പോകില്ല. കാരണം ആ ഒരു സ്പീഡിൽ നിങ്ങൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ താഴേക്ക് വലിക്കാനുള്ള ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്യും. നമുക്ക് ആ ഒരു ഫോഴ്സ് താഴേക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നേരെ നിൽക്കണോ ചരിഞ്ഞ് നിൽക്കണോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ സ്പീഡിൽ ആ റൈഡ് ഓടിക്കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ചരിഞ്ഞ് നിന്നാലും നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ തന്നെ ആ റൈഡ് തീരുന്നവരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അഥവാ നിങ്ങൾ അവിടെ കുറച്ച് മൂവ് ചെയ്തു, കൈ മൂവ് ചെയ്ത്, കാല് മൂവ് ചെയ്താലൊന്നും നിങ്ങൾ താഴെ വീഴില്ല. കാരണം ആ മൂവിങ്ങിൻ്റെ ആ ഒരു സ്പീഡ് ഒരു പ്രത്യേക മേഖല ക്രോസ് ചെയ്യുമ്പോൾ താഴേക്കുള്ള വലി നിങ്ങൾക്ക് ഫീൽ ചെയ്യാതാവും. പിന്നെ നിങ്ങൾ അവിടെ തലകീഴ്ക്കാമ്പാട് നിന്നാലും നിങ്ങൾ തലകീഴ്ക്കാമ്പാടാ നിൽക്കുന്നതെന്നുള്ള ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ഇങ്ങനെ നമ്മൾ തെറ്റായി പല കാര്യങ്ങളെയും ധരിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണെന്ന ബോധത്തിൽ നമ്മൾ സംസാരിക്കാറുമുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു ISS-ൽ 90% ഗ്രാവിറ്റി ഉണ്ടായിട്ടും അവർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽ ചെയ്യാത്തത് അവർ ആ ഒരു മൂവിങ്ങിലാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു ഡിജിറ്റലൈസേഷൻ്റെ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ പേപ്പർ ഇല്ലെങ്കിൽ കോടതി കേസാകും, നമ്മൾ വീണുപോകും, പ്രശ്നമാകും എന്നതെല്ലാം അവിടെ മാറിപ്പോകും. ഇന്ന് നമ്മൾ അത്ര സ്ലോ ഫേസിൽ ഡിജിറ്റലൈസേഷനെ കാണുന്നത് കൊണ്ടാണ് നമുക്ക് പലത് ഹഡിൽസായിട്ട് ഫീൽ ചെയ്യുന്നത്. ഡിജിറ്റലൈസേഷൻ്റെ ഹൈ സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്താൽ നമുക്ക് പിന്നീട് ഇന്ന് പേപ്പർ ഫയലിനുള്ള അഡിഷൻസും അറ്റാച്ച്മെൻറ്റും ബാധകമാകില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതുകൊണ്ടാണ് ഗ്രേപ്സ് പല ഹോസ്പിറ്റലിലും 4 ദിവസം കൊണ്ടൊക്കെ ലൈവ് പോയത്, ഒരാഴ്ച കൊണ്ട് ലൈവ് പോയത്. വലിയ ഹോസ്പിറ്റലിൽ തൗസൻഡ്സ് ഓഫ് പേഷ്യൻ്റ് എത്തുന്ന ഹോസ്പിറ്റലിൽ പോലും നമ്മൾ എൻ്റെ ഡിജിറ്റലൈസേഷന് 1 മാസം മാത്രം എടുത്തത്.